ഹായ് ഹലോ വെൽക്കം ടു ചുങ്കത്ത് ജ്വല്ലറി. ചുങ്കത്ത് ജ്വല്ലറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശാലിനി. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഡയമണ്ട് കളക്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് പോകാം. ചുങ്കത്ത് ജ്വല്ലറി എക്സിക്യൂട്ടീവായ റിജോ ചേട്ടനാണ്. നമുക്ക് റിജോ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാം. ചേട്ടാ, ഇത് ഏതാണ് ഇത് ഡിസൈന്? ഡയമണ്ടിൽ ഏത് ഡിസൈനാണ് ഇത്? ഡയമണ്ടിൽ അൺകട്ട് എന്ന് പറഞ്ഞൊരു ഡിസൈനാണ്. അൺകട്ട് ഡിസൈൻസ് ആണ് ഇത്. അൺകട്ട് ഡിസൈനിൽ സെൻറ്റർ ഏറ്റവും അടിയിൽ ഹാങ് ചെയ്തെടുക്കുന്ന ഒരു പേളിൻ്റെ ഒരു ചെറിയൊരു ലോക്കറ്റ് പോലെ ഫ്രണ്ടിൽ ഒരു ഓവൽ ഷേപ്പിൽ, അതിന് ഒരല്പം കൂടി മുകളിലോട്ട് ഓവൽ ഷേപ്പിൽ സെൻറ്ററിൽ റൂബി സ്റ്റോണും, അതിൻ്റെ മുകളിലേക്ക് ഒരു ഫ്ലവർ പോലെയാണ് അതിൻ്റെ സെൻറ്ററിൽ വരുന്നത്. എമറാൾഡിൻ്റെ 2 സ്റ്റോണാണ് അതിൻ്റെ 2 എൻഡിലായിട്ട് വരുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് ഫുൾ അൺകട്ടിൻ്റെ സെറ്റാണ് മുകളിലേക്ക് വരാം. കണ്ടില്ലേ? അപ്പം ഇതിൻ്റെ ഡിസൈൻസ് എന്ന് പറയുന്നത് ഇതാണ്. കണ്ടോ, ഡയമണ്ട്സ് വെച്ചിട്ട് ഇവിടെ ഒരു നമ്മുടെ താമരപ്പൂവിൻ്റെ ഒരു ഷേപ്പിലൊക്കെയാണ് ഇത് വർക്ക് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് ഏത് ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം എന്നുള്ളതാണ്. സാരിക്കോ നമ്മുടെ ഏത് ഡ്രസ്സിനാണ്, ഏത് കോസ്റ്റ്യൂംസിനാണെങ്കിലും ചേരും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതല്ലേ റൂബി അല്ലേ? ഇത് റൂബിയാണ്. അടിയിൽ ഹാങ് ചെയ്തിരിക്കുന്നത് പേളാണ്. അടിയിൽ ഹാങ് ചെയ്തിരിക്കുന്നത് പേളാണ്. 2 സൈഡിലേക്കും ലോക്കറ്റ് കഴിഞ്ഞ് 2 സൈഡിലേക്ക് നെക്ലസ് പോകുമ്പോൾ 2 സൈഡിൽ എമറാൾഡിന്റെ ഓരോ സ്റ്റോൺസ് ആണ് സെൻട്രലായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, എമറാൾഡും റൂബിയാണ് നമുക്ക് അതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന 2 കളർ ചേഞ്ച് ആയിട്ട് ഡിഫറെന്റ് ആയിട്ട് എടുത്ത് കാണിക്കാൻ. റൂബിയാണ് ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നതെന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതാണ് ഇത് ഡയമണ്ട് കട്ടില് റൂബി കളക്ഷൻസ് ആണ് അല്ലേ? റൂബി ഡിസൈൻസ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അൺകട്ടിൽ തന്നെ വരുന്നതാണ്. ഇതിനകത്ത് നമ്മൾ നേരത്തെ കണ്ടതിൽ എമറാൾഡിന്റെ സ്റ്റോൺ ഇല്ല, റൂബിയാണ് അതിനകത്ത് വരുന്നത്. ഇത് കുറച്ചുകൂടി നമ്മൾ നേരത്തെ കണ്ട സ്റ്റോൺ നെക്ലസിനേക്കാളും ഇതിനെ ഹൈലൈറ്റ് ചെയ്ത് വരുന്നത് ലോക്കറ്റാണ്. വലിയ ലോക്കറ്റാണ് അതിനകത്ത് വരാം. അതിൻ്റെ അടിയിലേക്ക് ചെറിയൊരു റൂബിയുടെ തന്നെ ചെറിയൊരു സ്റ്റോണും അതിൻ്റെ ചുറ്റും അൺകട്ടിൻ്റെ സ്റ്റോൺസും, അതുപോലെ തന്നെ മുകളിലേക്ക്. ഇതിന്റെ വെയിറ്റ് എത്രയാണ്? ഇതിന്റെ തൂക്കം വരുന്നത് 44 ഗ്രാം, അതായത് 5.5 പവനാണ് അതിന്റെ വെയിറ്റ് വരുന്നത്. 5.5 പവനാണ് വരുന്നത്. അടിപൊളിയാണ്, സൂപ്പറാണ് ഡിസൈൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഫങ്ഷൻസിന്, പിന്നെ ഒരു ഫംഗ്ഷനുകൾക്ക് പോകുമ്പോഴും, പിന്നെ അതാണെങ്കിൽ ഏത് കോസ്റ്റ്യൂമിനും യൂസ് ചെയ്യാവുന്ന സൈസാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഏത് ഡ്രസ്സിൻ്റെയും കൂടെ നമുക്ക് മാച്ച് ചെയ്യും ഇത്. ഓക്കെ, ഇതിന്റെ സെറ്റ് ഉണ്ടാവും അല്ലേ? ഇതിന്റെ സെറ്റ്, അതിന്റെ കമ്മല്, അതിന്റെ മോതിരം, വള എല്ലാം ഉൾപ്പെടെയാണ്. എല്ലാം ഉൾപ്പെടെയാണ്. അപ്പം ഇന്ന് ഈ 2 ഡിസൈൻസാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇത് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് മാരേജ് ഫങ്ഷൻസ്, ബർത്ത്ഡേ ഫങ്ഷൻസ്, അങ്ങനെയുള്ള ഫങ്ഷൻസിനല്ല നമ്മൾക്ക് എവിടെ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഫങ്ഷൻസിനാണല്ലോ നമ്മൾ കൂടുതൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യുക. കോസ്റ്റ്യൂം ഏത് ഡ്രസ്സിനും മാച്ച് ആവുന്ന സൈസുള്ള ഡിസൈനാണിത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അൺകട്ട് ഡയമണ്ട്സിൽ തന്നെ ഇനിയും വേറെ ഡിസൈൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട 2 ഡിസൈൻസാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഇനിയും ഒരുപാട് ഡിസൈൻസ് ഇവിടെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചുങ്കത്ത് ജ്വല്ലറി സന്ദർശിക്കാം. ഒരുപാട് വെറൈറ്റി ഡിസൈൻസാണ് ഇവിടെ ഉള്ളത്. എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ഒരു എപ്പിസോഡായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ.